അല്ല മാഷേ ഇന്നും കൂടി ഓർമ്മിക്കില്ല. അതിന്റെ കഥ പറയണ്ടേ വളരെ കഷ്ടാട്ടോ. കാരണം വെച്ചാൽ ഇവിടെയുള്ള കുറെ സാധനങ്ങൾ തീർത്ത് ഓരോരുത്തർ കടമായി പോയി. ഇപ്പൊ എല്ലാം ഓൺലൈനിലാന്നല്ലേ കച്ചവടം. നമ്മളെ ബഷീറിന്റെ മോള് നമ്മളോട് അറിയൂ, ഇപ്പൊ ഫോണ് കുത്തി ഒന്ന് വിളിച്ചാൽ മതി, സാധനമൊക്കെ പുരയിലെത്തും. നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണോ ആചാരെ? ഇങ്ങനത്തെ ഒരു ദുരിതം നാട്ടിലൊക്കെ ഓരോന്ന് വരുന്ന സമയത്ത് ഇതുപോലത്തെ കച്ചവടക്കാരെ നാട്ടിലുണ്ടാവും. ഓനെ നിലനിർത്തേണ്ട നമ്മളൊക്കെ കടമയല്ലേ. ഇപ്പോഴത്തെ കുട്ടികളോട് അത് പറഞ്ഞ മനസ്സിലാകുന്നില്ലല്ലോ. അതൊക്കെ മാറണമെന്ന്. അല്ല ചങ്ങായി ഇന്നും തുറന്നിക്കില്ല. ഓ കൊറേ ദിവസം പൂട്ടിപ്പോയിട്ട് പഠിച്ചോനു അങ്ങനെ പൈക്ക് വെള്ളം കൊടുക്കണ്ടേ, അതിന് കറക്കണ്ടേ, ഉപ്പ് വാങ്ങാൻ വന്നേ. അല്ല നൽകൂടാ, വേറെ രാജ്യം കേട്ടിക്കല്ലോ. അന്റെ അടുത്ത പൈ സാധാരണ വീട്ടിലോരുത്തരോ നായ പറിക്കല്ലോ, ഇത് പൈ പിടിച്ച അറിയിക്കുന്ന പറയുന്നോ. എന്ത് പറയാനാ, നായിനെന്തിനു പോറ്റ. അങ്ങനെ പൈ ഉണ്ടല്ലോ, പോരേലും ഒരാള് വന്നാല് അന്നൊരാളിന് കാര്യം. ബടായി ഒന്നല്ല ആക്കൂ, ഇത് നിങ്ങൾ രണ്ടാൾ അങ്ങേക്ക് വരും കാണാലോ. അല്ല നിങ്ങളെ ചക്കക്കുരു തീരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ചക്കക്കുരുന്ന്. ഇത് ഇച്ചിരി പണിയാണല്ലോ. അല്ല പാലിന്റെ കുപ്പി ഇവിടെ ഇല്ലേ? ഞങ്ങളെ പാലിലെ വെള്ളം ഒഴിക്കല് കുറച്ചോളാം. ചായ എടുത്തിട്ടുണ്ടല്ലോ, കറുത്ത് കിടക്കുന്നുണ്ട്. എന്റെ മോളു, ഞാൻ പാലില് വെള്ളം ഒഴിക്കല്ല, അങ്ങനത്തെ ഒരു ചതിയും വഞ്ചന എനിക്കില്ല. എന്റെ പേര് എന്നാ സൽഗുണെന്നാ. ഇത് പൈക്ക് ലേശം വെള്ളം കൊടുക്കും, അതിനനുസരിച്ച് എന്തുണ്ടാവും, പാലിന് ലേശം വെള്ളം കൂടും. ചായക്ക് നിറം തന്നെ ഗുണം പോലെ. അങ്ങനെ പയ്യന്റെ ഗുണങ്ങൾ വേറെ അറിയോ? ഒരാള് വന്ന് മാറ്റി ഇങ്ങനെ ബെല്ലടിച്ചാല് അന്നേരം പയ്യൻ എന്ത് ചെയ്യും, എന്നെ വിളിക്കൂ. സൽഗുണേട്ടാ ഇങ്ങോട്ട് പോയി, ആള് വന്നിക്ക്. അങ്ങനെ ആര് വന്നാലും ബെല്ലടിച്ച് അന്നേരം നിലവിളിക്കും, എന്നെ വിളിക്കൂ. എന്നാ വരണോ, നാളെ തന്നെ പോരി. ഉഷാറല്ലേ? എന്താണ് പാലിന്റെ പൈസ അട്ടിയാച്ചേ തരണേ. ആവട്ടെ. ഓ എന്നാ ഓന്റെ പയ്യന്റെ അതിശയം ഒന്ന് കാണാൻ. സൽഗുണ്ട് വെച്ചല്ലേ കേട്ടെ, പയ്യുണ്ട്. എന്താ പറ്റി? എന്താ പറ്റി? ഷോക്കടിച്ചതാ. ഷോക്കടിച്ചാ കുത്തണോ? കുത്തിക്കോ. ആലേന്ന് എനിക്ക് ബൈക്കും ഷോക്ക് അടിച്ചാ മാഷേ. അങ്ങനെയാ പൈ കരയില്. ഷോക്കടിച്ചല്ലേ?